ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയിൽ ഉന്നതരും പ്രതികളായേക്കും. കവർച്ചയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വന്നിരിക്കുകയാണ്. അതിനിടെ പോറ്റിയുടെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തുന്നുണ്ട്. രേഖകൾ, ലാപ്ടോപ്പ്, മൊബൈൽ തുടങ്ങിയവ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഇപ്പോൾ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആ വീട്ടിലെ പരിശോധന സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വീണ. ആരംഭിച്ചു. ഏറെ നിർണായകമായ ഒരു കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ പരിശോധന നടത്തുന്നത്. രേഖകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും ഒപ്പം ലാപ്ടോപ്പും തുടങ്ങിയ ഡിജിറ്റൽ രേഖകളുടെ പരിശോധനയാണ് നിലവിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എത്തരത്തിലാണ് മറ്റുദ്യോഗസ്ഥരുമായി, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയത്, അതുമാത്രമല്ല മറ്റ് ബാങ്ക് രേഖകൾ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നിർണായക രേഖകളാണ് തിരുവനന്തപുരത്ത് തന്നെ കാര്യത്തെ പുളിമാട്ട് വീട്ടിൽ ഇപ്പോൾ SIT സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശോധന വളരെ വിശദമായി പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകപ്പെട്ട വിവരങ്ങൾ, അതായത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീട്ടിലേക്ക് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ അല്പസമയങ്ങൾക്ക് മുമ്പാണ് SITയിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തുന്നത്. എത്തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നപ്പോൾ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു, അതുപോലെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഇതിൽ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ്. ക്രൈംബ്രാഞ്ചിലെ തന്നെ രണ്ട് SP മാരുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസവും വിശദമായ ചോദ്യം ചെയ്യലായിരുന്നു. ഇന്നും വിശദമായ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് പോറ്റിയുടേത്. എത്തരത്തിലാണ് ഈ ഒരു ഇടപാട് നടന്നത്, ഈ ഒരു കേസിൽ ഒന്നാം പ്രതിയാണ്, അതായത് കട്ടള കേസിലും അതുപോലെ തന്നെ ദ്വാരപാലകർ സ്വർണ്ണപ്പാളി വിഷയത്തിലും ഒന്നാം പ്രതിയാണ്. ഈ കേസിലെ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ എത്തരത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ, ആരൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ഇവിടുന്ന് സ്വർണ്ണങ്ങളൊക്കെ എത്തിച്ചത്, ഈ മറ്റ് ഇടപാടുകൾ എങ്ങനെയാണ് നടന്നത്, ഈ സ്വർണം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റ് കൂട്ടുപ്രതികളിലേക്ക് എങ്ങനെ എത്തി, ഉദ്യോഗസ്ഥരുടെ പങ്ക് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വിശദമായി 2 ദിവസമായി SP ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് റാന്നി കോടതിയിൽ നിന്ന് 14 ദിവസത്തേക്ക് കസ്റ്റഡിയിലേക്ക് വാങ്ങിയത്. തുടർന്ന് ഈ ഒരു മൊഴിയെടുക്കലും ഒപ്പം തന്നെ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലെയും അതുപോലെ തന്നെ വീട്ടിലെയും തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരിക്കും മറ്റ് ജില്ലകളിൽ, അതായത് സ്വർണ്ണപ്പാളി എത്തിച്ച് വിവിധ വീടുകളിലടക്കം കൊണ്ടുപോയി പൂജ നടത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. അത് ചെന്നൈ, അതുപോലെ തന്നെ ബംഗളൂരു, അതുപോലെ തന്നെ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ എത്തിച്ച് വിശദമായി തെളിവെടുക്കും. അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരെയും മുരാരി ബാബുവിനെയും ഒപ്പം തന്നെ നാഗേഷ്, അതുപോലെ തന്നെ കൽപേഷ്, ഇവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ രേഖകളുടെയും ഒപ്പം തന്നെ അതുപോലെ തന്നെ പോറ്റി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ അറസ്റ്റിലേക്ക് അടക്കം കടക്കും. തുടർന്ന് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇരുത്തി ചോദ്യം ചെയ്യും. പോറ്റി ഒറ്റയ്ക്കിരുത്തിയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥൻ നൽകുന്ന മൊഴികളിലെ വ്യക്തതയും പൊരുത്തക്കേടുകളും മനസ്സിലാക്കാൻ ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യും. ഏറ്റവും നിർണായകമായിട്ടുള്ള ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രാഖി, ഈ ഒരു തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ശബരിമലയിലെ തെളിവെടുപ്പ്. ആ ഒരു തെളിവെടുപ്പ് ഏറെ നിർണായകമാണ്. അത് വൈകാതെ തന്നെ നടക്കുമെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ സന്ദർശനം പൂർത്തിയായതിനു ശേഷമായിരിക്കും ശബരിമലയിലെ തെളിവെടുപ്പ് ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഴിഞ്ഞ ദിവസം അടക്കം മെഡിക്കൽ പരിശോധനയ്ക്ക് പുറത്ത് കൊണ്ടുപോയിരുന്നു. ജനറൽ ആശുപത്രിയിലായിരുന്നു മെഡിക്കൽ പരിശോധനയ്ക്കായി പുറത്ത് എത്തിച്ചത്. ഇന്നും അതുപോലെ തന്നെ പുറത്തെത്തിക്കുവാനുള്ള സാധ്യതയുണ്ട് മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട്. കൂടാതെ തന്നെ വീട്ടിൽ ഇന്ന് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുവാനുള്ള ഒരു സാധ്യതയെ നമുക്ക് നിലവിൽ തള്ളിക്കളയാൻ കഴിയില്ല. ചിലപ്പോൾ വീട്ടിലെത്തിക്കുന്നത് തന്നെ പോറ്റിയുടെ സാന്നിധ്യത്തിൽ തന്നെ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തിരുവനന്തപുരം കാരേറ്റിലെ പുളിമാട്ടെ വീട്ടിലും ഇപ്പോൾ ഈ ഒരു സമയത്ത് തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് രാഖി. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി ഉന്നതർക്ക് പങ്കുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്നത് നമുക്ക് ഇതിനോടകം വ്യക്തമായ കാര്യമാണ്. നമ്മൾ ജനം TV തന്നെ പുറത്തുവിട്ട നിരവധി വാർത്തകളുണ്ട്. അത് പിന്നീട് അന്വേഷണ സംഘം തന്നെ സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പല ഉന്നതരിലേക്കും അന്വേഷണം നീളുന്നു. അവർ പ്രതികളായേക്കുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വൻ ഗൂഢാലോചന ഈ കവർച്ചയ്ക്ക് പിന്നിൽ നടന്നിരിക്കുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘവും കണ്ടെത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ് വീണ?
രാജി ഉന്നതർക്കടക്കമുള്ള ഈ ഒരു വിഷയത്തിൽ ഒരു സ്വർണ്ണ കവർച്ചയിൽ ബന്ധമുണ്ട് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അത്തരത്തിലുള്ള ഒരു ആരോപണം നടത്തി. തന്നെ ഇതിൽ കുരുക്കുകയാണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് തന്നെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ തന്നെ ഇതിൽ പെടുത്തിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. മാത്രമല്ല നമ്മൾ ജനൻ TV അടക്കം ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും പല ഞെട്ടിക്കുന്ന സത്യങ്ങളും ജനൻ TV ആണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നിരവധി നിർണായക വിവരങ്ങൾ ജനൻ TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഉന്നതർക്കടക്കം ഇതിൽ ബന്ധമുണ്ട് എന്നുള്ളത് അതിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. അതടക്കമുള്ള ഉന്നതർ എങ്ങനെയാണ് ഇതിൽ ഇടപെടൽ നടത്തിയത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവരുമായുള്ള ബന്ധം എങ്ങനെയാണ്, ഒരു സാധാരണക്കാരായിരുന്നു സാമ്പത്തിക ഇടപാടുകളടക്കം ഇതിൽ പരിശോധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകളടക്കം പരിശോധിക്കുന്നുണ്ട്. എത്തരത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളാണ് നടന്നത്, ആർക്കൊക്കെ സാമ്പത്തികമായി ഇതുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, ഉന്നതരുടെ പങ്ക് എങ്ങനെയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഉന്നതരുടെ ബന്ധം എങ്ങനെയാണ്, അതെങ്ങനെ ആരംഭിച്ചു, ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിലുള്ളൊരു സ്പോൺസർ ആകുവാനുള്ള അവസരം എങ്ങനെ കിട്ടി, ആ ഒരു അവസരമൊക്കെ കിട്ടിയിട്ട് നമ്മൾ ആദ്യം മുതൽ നൽകുന്ന വാർത്തകളിലടക്കം അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നതരുമായിട്ട് ബന്ധമുണ്ടാകുന്നു, അവിടെ എത്തുന്നു, സ്പോൺസർ എന്ന നിലയിൽ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു, ദേവസ്വം ബോർഡിന്റെയൊക്കെ അറിവോട് കൂടിയാണ്. ശരി വീണ, ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ച നടന്ന വിഷയത്തിൽ ഉന്നതരിലേക്കും അന്വേഷണം നീളുകയാണ്. നിരവധി ഉന്നതരിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവർ പ്രതികളാകും. ഒപ്പം തന്നെ കവർച്ചയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചന നടത്തി എന്ന കാര്യം പ്രത്യേക അന്വേഷണ സംഘവും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനിടെ പോറ്റിയുടെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തുകയാണ്. അല്പസമയം മുൻപാണ് പരിശോധന ആരംഭിച്ചത്. രേഖകൾ, മൊബൈല്, ലാപ്ടോപ്പ് തുടങ്ങിയവ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. MS വീണയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.